VT മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഒരു കുതിച്ചുചാട്ടമാണ് നമ്മൾ കണ്ടത്. വ്യാപാരത്തിന്റെ തുടക്കം മുതൽ പ്രകടമായ മുന്നേറ്റം നിലനിർത്തിയ വിപണിയിൽ പ്രധാന സൂചികകൾ ഏകദേശം 2% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 1372 പോയിന്റ് ഉയർന്ന് 74,068ലും നിഫ്റ്റി 400 പോയിന്റ് ഉയർന്ന് 22,912ലും എത്തിയിരുന്നു. നിഫ്റ്റി ബാങ്ക് സൂചിക 1168 പോയിന്റിന്റെ കുതിപ്പ് നടത്തി 52,606ലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. NSEയിലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ 3:1 ആയത് വിപണിയിലെ ആത്മവിശ്വാസം തിരികെ വന്നതായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ് വിഭാഗം മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയപ്പോൾ ഓട്ടോ, ബാങ്കിംഗ്, IT, മെറ്റൽസ്, റിയൽറ്റി മേഖലയിലും വലിയ തോതിലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് പ്രകടമായി. പ്രധാന ഓഹരികളായിട്ടുള്ള ലാർസൻ ആൻഡ് ട്യൂബ്രോ, ഇൻഡിഗോ എന്നിവ 5% വരെ നേട്ടമുണ്ടാക്കിയിരുന്നു. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞത് ഓയിൽ കമ്പനികൾക്കും ഏവിയേഷൻ മേഖലയ്ക്കും കരുത്തായപ്പോൾ വിലവർധനവ് പ്രഖ്യാപിച്ച ഏഷ്യൻ പെയിന്റ്സിനും റേറ്റിംഗ് മെച്ചപ്പെട്ട കൊട്ടക് മഹീന്ദ്ര ബാങ്കും മികച്ച ലാഭം തന്നെയാണ് രേഖപ്പെടുത്തിയത്. തുടർച്ചയായ 4 ദിവസത്തെ ഇടിവിന് ശേഷം HDFC ബാങ്ക് ഇന്ന് 3% നേട്ടത്തോടുകൂടെ തിരിച്ചു കയറിയതും ഇന്നത്തെ വിപണിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. വിപണിയിലെ കുതിച്ചുചാട്ടത്തിന് പിന്നിൽ പ്രധാനമായും 6 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമതായി, ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി അമേരിക്കയുമായി ചർച്ചകൾക്കും കരാറിലെത്തുന്നതിനും സമ്മതിച്ചതായിട്ട് ഇസ്രായേൽ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് അൽ അറേബ്യ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ നടന്ന ചർച്ചകളിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ധാരണയായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചതിന് പിന്നാലെ ഈ റിപ്പോർട്ട് പുറത്തുവന്നത്. രണ്ടാമതായി, ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ട്രംപ് താൽക്കാലികമായി മാറ്റിവെച്ചത് ഏഷ്യൻ വിപണികളിൽ ഉണർവുണ്ടാക്കുകയും ഇത് മൂല്യാധിഷ്ഠിത നിക്ഷേപത്തിന് അഥവാ വാല്യൂ ബൈയിങ്ങിന് വഴി തെളിയിക്കുകയും ചെയ്തു. ഫെബ്രുവരി 28-ന് സംഘർഷം രൂക്ഷമായതിനു ശേഷം നിഫ്റ്റി ഏകദേശം 10.6%, കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രം 2.5% ഇടിവ് രേഖപ്പെടുത്തിയ വിപണിയിൽ ഓഹരികൾ കുറഞ്ഞ വിലയിൽ ലഭ്യമായത് നിക്ഷേപകരെ ആകർഷിച്ചിരുന്നു. മൂന്നാമതായി, ആഗോള വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഉണർവ് വിപണിയെ സ്വാധീനിച്ചു എന്നതാണ്. ഏഷ്യൻ വിപണികളായ ദക്ഷിണ കൊറിയയുടെ കോസ്പി, ജപ്പാന്റെ നിക്കി 225, ഷാങ്ഹായുടെ SSE കോമ്പോസിറ്റ്, ഹോങ്കോങ്ങിന്റെ ഹാങ്സെങ് എന്നിവ നേട്ടത്തിൽ വ്യാപാരം നടത്തിയതിനോടൊപ്പം തിങ്കളാഴ്ച US വിപണികളും ഒരു പോസിറ്റീവ് ആയിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. നാലാമതായി, വിപണിയിലെ അസ്ഥിരത സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് 4%-ലധികം ഇടിഞ്ഞ് 25.6-ലെത്തിയത് നിക്ഷേപകർക്കിടയിലെ ആശങ്ക കുറഞ്ഞതിനെ സൂചിപ്പിച്ചു. അഞ്ചാമതായി, ഭൗമരാഷ്ട്രീയ ആശങ്കകളിൽ അയവുണ്ടായി എന്നത് തന്നെയാണ്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ഇറാന്റെ സമയപരിധി നീട്ടി നൽകിയതായും 5 ദിവസത്തേക്ക് ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തില്ലെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ പെട്ടെന്നുണ്ടായ ഈ അയവിന്റെ സൂചനകൾ ആഗോള വിപണിയിൽ വലിയ മാറ്റമുണ്ടാക്കിയതായും സാമ്പത്തിക മാന്ദ്യഭീതി കുറച്ചതായും ലിവ്ലോങ് വെൽത്ത് സ്ഥാപകൻ ഹരിപ്രസാദ് കെ നിരീക്ഷിക്കുന്നു. ആറാമതായി, ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ കുറവ് വിപണിക്ക് കരുത്തായി എന്നതാണ്. ആഗോള എണ്ണ സൂചികയായ ബ്രന്റ് ക്രൂഡ് നേരത്തെ ഉണ്ടായിരുന്ന $110 നിന്ന് കുറഞ്ഞ് ബാരലിന് $104.1 വ്യാപാരം നടത്തിയിരുന്നു. ആസൂത്രണം ചെയ്ത ആക്രമണങ്ങൾ മാറ്റിവെച്ചതാണ് എണ്ണവില കുറയാൻ കാരണമായതെന്ന് എൻറിച്ച് മണിയുടെ CEO പൊന്മുടി ആർ അഭിപ്രായപ്പെട്ടു. സാങ്കേതികമായി വിലയിരുത്തുമ്പോൾ നിഫ്റ്റി 22,680 മുകളിൽ തുടരുന്നത് വിപണിയുടെ കരുത്ത് നിലനിർത്തുമെന്ന് ജിയോജിത് ഇൻവെസ്റ്റ്മെന്റിലെ ആനന്ദ് ജെയിംസും പറയുന്നുണ്ട്. എന്നാൽ സൂചിക 22,470 താഴേക്ക് പോയാൽ അത് 22,200, 22,000 എന്ന നിലവാരത്തിലേക്ക് വിപണിയെ എത്തിച്ചേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ലിവ്ലോങ് വെൽത്തിന്റെ CEO ഹരിപ്രസാദിന്റെ വ്യൂ കൂടി നോക്കാം. അദ്ദേഹം പറയുന്നത്, ടെക്നിക്കലായി നോക്കിയാൽ ഈ യുദ്ധമൊക്കെ ഒന്ന് അടങ്ങുമെന്ന വാർത്ത വന്നതും മാർക്കറ്റ് ഇന്ന് നല്ലൊരു ഗ്യാപ്പപ്പിൽ തുടങ്ങിയതും കാരണം നിഫ്റ്റി പതുക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ടെന്നാണ്. ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഓഹരികൾ വാങ്ങാൻ തുടങ്ങിയതോടെ നിഫ്റ്റി 22,700 എന്ന ആ പ്രധാന ലെവൽ കടന്നു. ഇടയ്ക്ക് 23,000 എന്ന കടമ്പ കടക്കാൻ നോക്കിയെങ്കിലും അവിടെ നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ താഴേക്ക് വന്നു. അതായത് മാർക്കറ്റ് ഒന്ന് കയറുമ്പോൾ തന്നെ ലാഭമെടുത്ത് ഓഹരികൾ വിറ്റഴിക്കുന്ന സെൽ ഓൺ റൈസ് ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട്. ശരിക്കും മാർക്കറ്റ് സേഫ് ആകണമെങ്കിൽ നിഫ്റ്റി 23,000-ന് മുകളിൽ കുറച്ച് ദിവസം ഉറച്ചു നിൽക്കണം. ഇനി താഴേക്ക് പോവുകയാണെങ്കിൽ 22,700 ഒരു ചെറിയ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും ആൾക്കാർ വാങ്ങാൻ ചാൻസ് ഉള്ളത് 22,500, 22,600 എന്നുള്ള റേഞ്ചിലാണ്. അതും വിട്ട് താഴേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒന്ന് പരുങ്ങലിലാകും. RSI പോലുള്ള ഇൻഡിക്കേറ്ററുകൾ നോക്കിയാൽ മാർക്കറ്റിൽ ചെറിയൊരു പോസിറ്റീവ് മാറ്റം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും ശരിക്കുള്ള ട്രെൻഡ് ഇപ്പോഴും വീക്ക് തന്നെയാണ്. അതുകൊണ്ട് നിഫ്റ്റി 23,000 എന്ന മാന്ത്രിക സംഖ്യയ്ക്ക് മുകളിൽ എത്തുന്നത് വരെ കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യാതെ കുറച്ച് ജാഗ്രത കാണിക്കുന്നത് തന്നെയാണ് ബുദ്ധിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു.